Hello friends. ആപ്സ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് ബൈക്കിൽ ആക്സിലേറ്റർ പിന്നെ ടൈറ്റ് ആവുന്ന വിഷയമുണ്ട്. അപ്പം ആക്സിലേറ്റർ ടൈറ്റ് ആവുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ ആ ടൈറ്റ് മാറ്റാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ രണ്ട് നെട്ടുണ്ട്. അതായത് സ്റ്റാറിൻ്റെ ഇപ്പം എല്ലാ വണ്ടിയിലും ഇപ്പം ഹീറോ ഹോണ്ടയുടെ ഫാഷനാണ്. അപ്പം പല വണ്ടികളിലും പല നെട്ടുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമ്മളതിനെ ആ നെട്ടുകൾ നമ്മൾ ഇളക്കണം. അതായത് അത് ഇളക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. അത് വളരെ സൂക്ഷ്മമാക്കുക, കയ്യിലൊന്നും കൊള്ളരുത്. അപ്പം ഈ രണ്ട് സൈഡിലെ രണ്ട് നെറ്റ് നമ്മൾ ആദ്യം ഇളക്കിയെടുക്കുക. ചില വണ്ടികളിലാണെങ്കിൽ സ്പാനറിട്ടായിരിക്കും ഇളക്കേണ്ടത്. അപ്പം ഇതിൽ സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് അതിട്ട് ഇളക്കിയാൽ മതിയാവും. നമ്മൾ ഇളക്കിയെടുത്ത ആ പീസാണ്. അപ്പം ഇതിൽ ടൈറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കണ്ടല്ലോ, ഈ ഭാഗത്ത് ഇവിടെ ഓയിലിൻ്റെ അംശമില്ല. അതായത് ഇത് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ആവണമെങ്കിൽ ഇതിന് ഓയിലിൻ്റെ അംശം അത്യാവശ്യമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ വലിയ ഫ്രീ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളവിടെ എങ്ങനെയാണ് ഓയിൽ ഇടുന്നതെന്ന് ഞാനിപ്പം അതെങ്ങനെയാണെന്ന് ആദ്യം ഇത് ഇളക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ ബൗഡനാണ്. ഇതിൽ നിന്ന് ഈ ആക്സിലേറ്ററിൻ്റെ ഒരു ബൗഡനാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കണക്റ്റിംഗ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ ഇളക്കി മേളിലോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ താഴോട്ടാണെങ്കിലും നമുക്ക് താഴോട്ട് കറക്കി എടുത്താലും മതിയാവും. ഈ സൈഡിൽ കണ്ടല്ലോ ഇതിലൊരു വെട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ആ വെട്ടിൻ്റെ അവിടെ നിന്ന് വലിച്ച് പൗഡർ എടുക്കേണ്ടതാണ്. പതുക്കെ നമ്മൾ അവിടെ വലിച്ച് പതുക്കെ എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളിതിനെ ഊരിയെടുത്തതിന് ശേഷം ഇതിനകത്ത് ഓയിലിൻ്റെ അംശം, അതായത് ഇവിടെ ഓയിലിൻ്റെ അംശം ഇല്ലാത്തതാണ് ഇതിൻ്റെ ടൈറ്റ് ആവാനുള്ള മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്കതെങ്ങനെ ഇവിടെ നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ബൈക്കിൽ നിന്നൊക്കെ മാറുന്ന പഴയ ഓയിൽ തന്നെ മതിയാവും. നമുക്ക് ബൈക്കിൽ നിന്ന് പിന്നെ നമ്മൾ ബൈക്ക് ചേഞ്ച് ചെയ്യുന്ന പഴയ ഓയിൽ നമുക്കിത് എടുത്താൽ മതിയാവും. നമ്മൾ ഇതിനെ തേക്കണം. കാരണം എല്ലായിടും അത് വന്നിരുന്നാൽ മാത്രമേ ആ ഫ്രീ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഈ ബൗഡർ ഉണ്ടല്ലോ, ഇതിൻ്റെ ബൗഡർ ഉണ്ട്. ഈ ബൗഡറിൻ്റെ അകത്ത് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഫ്രീ ആക്കി പിടിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇതായിട്ടുണ്ട്. പിടിച്ച് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഇതിലും കുറച്ച് ഇതിനകത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം അങ്ങനെ ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിനെ തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യണമെങ്കിൽ താഴെ കൊണ്ടുവന്നിട്ട് ഈ ബൗഡൻ ഇതിനകത്ത് കറക്റ്റായിട്ട് കയറണം. ഏത് സൈഡാണോ നമുക്ക് എളുപ്പം ആ സൈഡിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ടും എടുത്ത് വയ്ക്കാനുള്ളത് വെച്ച് ബൗളിന് ഇട്ടതിന് ശേഷം നമുക്ക് സീറ്റിൽ കൊണ്ടുവന്ന് ഇപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. മേളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അത്രയും നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഴയ പൊസിഷനിൽ ഇട്ട് സെറ്റ് ചെയ്തു.
ഇനി നമ്മൾ ഇതിന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ നെറ്റ് നമ്മൾ ആദ്യം ഇളക്കിയ നെറ്റ് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നെറ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുക, നല്ല ടൈറ്റ് ചെയ്യുക. ഈ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റ് ചെയ്യാം. നോക്കുക, ഇപ്പം നേരത്തെ കാട്ടി നല്ല സ്മൂത്തായിട്ടുണ്ട്. ആക്സിലേറ്റർ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പം ഇത്ര വലിയ ഇതെല്ലാവർക്കും എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഷോപ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈസിയാണ്. അപ്പം ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ വരുന്നതാണ്. അപ്പം ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അത് ആപ്സ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.